റാഹീസ്, ഞാൻ 2013 അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. 2013 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ KB ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുമ്പോൾ അന്ന് ഭാര്യ നൽകിയ പരാതി അത് മുഖ്യമന്ത്രി പരിഗണിച്ചിട്ടും നടപടിയെടുത്തില്ല എന്നായിരുന്നു അന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. അതാ പറഞ്ഞ വാചകം ഇങ്ങനെയാണ്, അതിനിപ്പോൾ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2013 KB ഗണേഷ് കുമാറിന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുമ്പോൾ സമാനമായ സാഹചര്യത്തിൽ ഭാര്യ കൊടുത്ത പരാതി, ഗണേഷ് കുമാറിന്റെ ഭാര്യ നൽകിയ പരാതി മുഖ്യമന്ത്രി വായിച്ച ശേഷം ആ പരാതിക്ക് എന്ത് സംഭവിച്ചുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് എപ്പോഴും പറയുന്ന ഉമ്മൻചാണ്ടിയും UDF-ഉം ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് നിയമത്തെ വഴിക്ക് വിടാൻ അനുവദിച്ചില്ല എന്നാണ് അന്ന് CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ചോദിച്ചത്. ഇന്ന് ആ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്. ആ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഒരു അംഗമാണ് KB ഗണേഷ് കുമാർ. ഇവിടെയും അങ്ങനെ ഒരു പരാതി നേരിട്ട് മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തിട്ടില്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ മകളോട് ഇക്കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പരാതിക്ക് സമാനമായ ആരോപണം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിയമപരമായ നടപടികൾ അവിടെ നിൽക്കട്ടെ, പക്ഷേ രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ അന്ന് KB ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന നിലപാടെടുത്ത LDF-ന് ഇന്ന് അതേ നിലപാട് തുടരാതെ കഴിയില്ലല്ലോ. റാഹീസ് ഋഷി, അരുൺകുമാർ, അത് ഉറപ്പായും അങ്ങനെ കഴിയില്ല. കാരണം അന്ന് CPI-എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് ഉമ്മൻചാണ്ടിയോട് വിമർശിക്കുമ്പോൾ പറയുന്ന ഉമ്മൻചാണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറയുന്ന സ്ഥാനത്ത്, മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് സമാന ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്ന സമയത്ത് അന്ന് ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ അന്ന് ഉമ്മൻചാണ്ടിക്ക് കത്തെഴുതിയ പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയുടെ കസേരയിലുള്ളത്. അന്ന് ഉമ്മൻചാണ്ടിയോട് ചോദിച്ച ചോദ്യങ്ങൾ പ്രസക്തമാണ്. അതിന് ഉത്തരം കണ്ടെത്തേണ്ട ബാധ്യത ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. അതുകൊണ്ട് കൂടിയാണ് കടുത്ത തീരുമാനത്തിലേക്ക് പോവുക എന്ന പാർട്ടി തീരുമാനം മുഖ്യമന്ത്രി നടപ്പിലാക്കും എന്ന് കരുതേണ്ടത്. സ്വാഭാവികമായും ക്യാബിനറ്റിന്റെ മന്ത്രിസഭയുടെ തലവൻ എന്ന നിലയിൽ KB ഗണേഷ് കുമാറിന് ഇപ്പോൾ പറഞ്ഞതിനപ്പുറം എന്തെങ്കിലും പറയാനുണ്ടോ എന്നത് മാത്രമായിരിക്കും മുഖ്യമന്ത്രി കേൾക്കുക എന്ന് മനസ്സിലാക്കുന്നു. ഇന്നലത്തെ ഈ സംഭവം പല CPM നേതാക്കളും പറയുന്നത് ഇത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന സമയം വരെയൊക്കെ ഇങ്ങനെ തന്നെ പോകുമായിരുന്നു, അന്തരീക്ഷത്തിലുള്ള വെറും ആരോപണമായി തന്നെ നിൽക്കുമായിരുന്നു. കാരണം ഇത് ഇന്നലെയാണ് പുറത്തു വന്നതെങ്കിലും 3-4 ദിവസം മുമ്പ് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇത് ചർച്ചയുണ്ട്. പക്ഷേ ഇതിലൊരു പ്രതികരണം നടത്തി ബിന്ദു മേനോനെ പ്രവോക്ക് ചെയ്ത് മാധ്യമങ്ങളിലേക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന ഉത്തരവാദിത്തം കൂടി KB ഗണേഷ് കുമാർ എടുത്തു. ഓവർ സ്മാർട്ടാകാൻ ശ്രമിച്ച കളിയാണ് ഈ തരത്തിൽ ഗണേഷ് കുമാറിനെയും CPM-നെയും LDF-നെയും ഒക്കെ പടുകുഴിയിൽ എത്തിച്ചത് എന്നൊരു നിലപാട് കൂടി CPI-എമ്മിന്റെയും CPI-യുടെയും നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകും തോറും ഇത് വയ്യാവേലിയാകും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇന്ന് KB ഗണേഷ് കുമാറിന് കിഴക്കേക്കോട്ട KSRTC-യിൽ ഒരു പരിപാടിയുണ്ട്. അത് ക്യാബിനറ്റ് യോഗത്തിന് ശേഷമാണുള്ളത്. അതിനുശേഷം മാധ്യമങ്ങളെ കാണാം എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അതിനു മുമ്പായി ഇക്കാര്യത്തിലൊരു തീരുമാനം വരും എന്ന് പ്രതീക്ഷിക്കണം. ഇത് പാർട്ടി പിടിച്ച് പുറത്താക്കുകയാണോ, KB ഗണേഷ് കുമാർ സ്വയം രാജിവെച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്.